ഉയർന്ന പണപ്പെരുപ്പവും പാശ്ചാത്യ ഉപരോധങ്ങളും കാരണം തകർന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ഇറാനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അവസാനിപ്പിക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ശക്തമാക്കി. കഴിഞ്ഞയാഴ്ച UAE ഇറാനുമായുള്ള വ്യാപാര ബന്ധം നിർത്തിവെച്ചതോടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾക്ക് തുടക്കമായത്. ഇറാനുമായുള്ള വ്യാപാരം ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നതിനാൽ പുതിയ സാഹചര്യത്തിൽ അവർക്ക് മറ്റ് വഴികൾ കുറവാണ്. ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളിയും എണ്ണ വാങ്ങുന്ന രാജ്യവുമായ ചൈനയുടെ നിലപാടിലാകും അമേരിക്കൻ തന്ത്രത്തിന്റെ വിജയം. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന റഷ്യ സ്വന്തം സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതിനാൽ ഇറാന് വലിയ സാമ്പത്തിക സഹായം നൽകാൻ സാധ്യതയില്ല. തുർക്കി, പാകിസ്ഥാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാനുമായും അമേരിക്കയുമായും ബന്ധമുണ്ട്. എന്നാൽ ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയോടൊപ്പം നിൽക്കുന്നവർക്ക് അതിന്റെ ഗുണം ലഭിക്കുമെന്നും ഇറാനൊപ്പം നിൽക്കുന്നവർ ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഈ പദ്ധതിക്ക് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര്. അതേസമയം വിദേശ സാധനങ്ങളുടെയും പണമിടപാടുകളുടെയും കാര്യത്തിൽ UAE ആശ്രയിച്ചിരുന്ന ഇറാന് പുതിയ തീരുമാനം വലിയ തിരിച്ചടിയാകും. ട്രേഡ് ഡാറ്റ മോണിറ്റർ എന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ കണക്കനുസരിച്ച് 2024 $125 ബില്യൺ ആഗോള വ്യാപാരമാണ് ഇറാൻ നടത്തിയത്. ലോക വ്യാപാര സംഘടനയിൽ ഇറാൻ അംഗമല്ല. UAE, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇറാന്റെ 3/4 ഇറക്കുമതിയും നടക്കുന്നത്. എണ്ണ ഇതര കയറ്റുമതിയുടെ 2/3 ഭാഗവും ചൈന, ഇറാഖ്, UAE, തുർക്കി എന്നീ 4 രാജ്യങ്ങളിലേക്കാണ്. ഇറക്കുമതിയുടെ പ്രധാന ഉറവിടവും അന്താരാഷ്ട്ര പണമിടപാടുകൾക്കുള്ള വഴിയുമായിരുന്നു UAE. ഇറാനുമായി നേരിട്ട് ഇടപാട് നടത്താൻ മടിക്കുന്ന വിദേശ വിതരണക്കാരിൽ നിന്നുള്ള സാധനങ്ങൾ UAE വഴിയാണ് എത്തിയിരുന്നത്. അതേസമയം ഇറാനുമായി ശക്തമായ സാമ്പത്തിക ബന്ധമുണ്ടെങ്കിലും ചൈനയ്ക്ക് അവരെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതില്ല. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ഇടപെടാതെ നിൽക്കുകയാണ് ബീജിംഗ്. അമേരിക്കൻ സമ്മർദ്ദങ്ങളെ ചെറുക്കാൻ മറ്റ് രാജ്യങ്ങളെക്കാൾ ചൈനയ്ക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതിനാലും കരിങ്കടലിൽ റഷ്യൻ യുദ്ധം ഭീഷണിയാകുന്നതിനാലും കാസ്പിയൻ കടൽ വഴി പുതിയ വ്യാപാര പാത തുറക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഇറാൻ ഡ്രോണുകൾ നൽകിയിരുന്നു. ഇതിന് പകരമായി ആസ്ട്രാഖാൻ തുറമുഖം വഴി റഷ്യ ഇറാനിലേക്ക് കയറ്റുമതി നടത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന്റെ 80% കാർഷിക ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ കാസ്പിയൻ കടലിന്റെ അതിർത്തി പങ്കിടുന്ന അസർബൈജാൻ, തുർക്കിമിനിസ്ഥാൻ, കസാഖിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഈ വ്യാപാര പാതയുടെ ഭാഗമാകാൻ സാധ്യതയില്ലെന്ന് ജോർജ് മെസൺ സർവകലാശാലയിലെ ഉമുത് ഷോക്രി പറഞ്ഞു. ഉപരോധം നേരിടുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയിലാണ് റഷ്യയും ഇറാനും ഉള്ളതെന്ന് മാക് ഇന്റലിജൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാർക്ക് ഗലിയോട്ടി വ്യക്തമാക്കി. സൈനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സാധനങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും ശ്രമം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.